ഏവം സമാദിശ്യ ഭഗവാൻ വിശ്വഭാവന പശ്യതാമനിമേഷണം തത്രൈവാന്തർദധേ ഹരിഃ തഥാഭിയാചിതോ ദേവൈഃ ഋഷിരാധർവണോ മഹാൻ മോദമാന ഉവാചിതം പ്രഹസന്നിവ ഭാരത അഭിവൃന്ദാരകായു എന്ന ജാനീഥ ശരീരിണാം സംസ്ഥായാം യസ്ത്വഭിദ്രോഹോ ദുസ്സഹസ്യേതനാപഹ ജിജീവിഷൂണം ജീവാനാം ആത്മാ പ്രേഷ്ഠൈഹേപ്സിത ക ഉത്സഹേതം ദാതും ഭിക്ഷമാണായ വിഷ്ണവേ ദേവാഊജു കിം नु तद्दुस्तिजं ब्रह्मन् पुंसां भूतानुकम्पिनां भवद्विधानमहता पुण्यश्लोकेड्य कर्मणां ननु स्वार्थपरो लोको न वेद परसङ्कटं यदि वेद न याचेत नेति नाहेदीश्वरः ऋषिरुवाच धर्मं श्रोतुकामेन यूयं मे प्रत्युदाहृताः एषव प्रियमात्मानं त्यजन्तं सन्ध्यजाम्यहम् यो ध्रुवेणात्मना नाथा न धर्मं न यशपुमान् इहेदभूतदया स शोच्यस्थावरैरपि एतावनव्यो धर्मः पुण्यश्लोकैरुपासिता यो भूतशोकहरिषाभ्यमात्मा शोचति हृष्यति अहो दैन्യമഹോ കഷ്ടം പാരക്യൈः ക്ഷണഭംഗുരൈः എന്നോപകുര്യാതസ്വാർത്ഥൈർമർത്യസ്വജ്ഞാതിവിഗ്രഹൈः ശ്രീശുക ഉവാച ഏവം കൃതവ്യവസിതോ ദധ്യങ്ങാധർവണസ്തനും പരേ ഭഗവതി ബ്രഹ്മണ്യാത്മാനം സന്നയം ജഹൗ യഥാക്ഷാസു മനോബുദ്ധിസ്തത്വദൃഗ്ധസ്തബന്ധന ആസ്ഥിത പരമം യോഗം ന ദേഹം ബുബുധേഗതം അധേന്ദ്രവജ്രമുദ്യമേ നിർമ്മിതം വിശ്വകർമ്മണ മുനേഹ ശുക്തിഭിരുത്സിക്തോ ഭഗവതേജസാന്വിത വൃതോ ദേവഗണൈഃ സർവൈർഗജേന്ദ്രോപര്യശോഭത സ്തൂയമാനോ മുരുഗണൈഃ ത്രൈലോക്യം ഹരിഷയന്നിവ വൃത്രമഭ്യദ്രവച്ഛേത്വമസുരാനികയൂഥപൈഃ പര്യസ്തമോജസാ രാജൻ ക്രുദ്ധോ രുദ്ര ഇവാന്തകം തതസുരാണാമസുരൈരണപരമദാരുണ ത്രയതാമുഖേ നർമ്മദായാം അഭവൽ പ്രഥമേ യുഗേ രുദ്രൈർവസുഭിരാദിത്യരശുഭ്യാം പിതൃവഹ്നിഭിः മരുദ്ഭിः ഋഭുഭിः സാധ്യൈർവിശ്വദേവൈർമരുൽപതിം ദൃഷ്ട്വാ വജ്രധരം ശക്രം രോചമാനം സ്വയാശ്രയ നാമൃഷിനസുരാരാജന്മൃധേ വൃത്രപുരസരാः നമുജിശംബരോ നർവാദിമൂർധാർഷഭോംബര ഹയഗ്രീവ ശങ്കുശിരാ വിപ്രചിത്തിരയോ മുഖ പുലോമാ വൃഷപർവാജ പ്രഹേതിരിഹേതിരുൽക്കല ദൈതേയാ ദാനവായക്ഷരക്ഷാംസി ച സഹസ്രശ സുമാലിമാലി പ്രമുഖാः കാർത്തസ്വരപരിച്ഛദാः പ്രതിഷിധ്യേന്ദ്രസേനാഗ്രമൃത്യോരപി ദുരാസദം അഭ്യർദയന സംഭ്രാന്താः സിംഹനാദേന ദുർമദാः ഗദാഭിപരിഖൈർബാണൈः പ്രാസമുദ്ഗരതോമരൈः ശൂലൈः പരശ്വതൈः ഖഡ്ഗൈः ശതഘ്നീഭിർഭുഷുണ്ഡിഭിः സർവതോ വാഗിരശസ്ത്രൈരസ്ത്രൈശ്ച വിബുധരിഷഭാൻ നദേ ദൃശ്യന്ത സംഛന്നാः ശരജാലൈः സമന്തദാ പുംഖാനുപുംഖപതിതൈർജ്യോതിം ശിവനഭോഘനൈः നദേ ശസ്ത്രാസ്ത്രവരിഷൗഘാഹ്യാസേതു സുരസൈനികാൻ ഛിന്നാः സിദ്ധപഥേ ദേവൈർലഘുഹസ്തൈः സഹസ്രധാ അധക്ഷീണാസ്ത്രശസ്ത്രൗഘാ ഗിരിശൃംഗദ്രുമോബലൈः അഭ്യവരിഷൻ സുരബലം ചിച്ഛിതുസ്താംശ്ച പൂർവവൽ താൻ അക്ഷതാൻ സ്വസ്തിമതോ നിശാമ്യ ശസ്ത്രാസ്ത്രഭൂഗൈരഥ വൃത്രനാഥാः ദ്രുമൈർദൃഷദ്ഭൃവിവിധാദ്രിശൃംഗൈരവിക്ഷതാം തത്ര സുരീന്ദ്രസൈനികാൻ. ആ ഭക്തൻ കൃതാർത്ഥനാണ്, ധന്യനാണ്. ഇതാണ് ഞാൻ ഗുരുനാഥന്മാരെന്ന് പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത്. ഇത്തവണ ഹിരണ്യകശിപു ഇത് കേട്ട ആകെ കോപാകുലനായി, ക്രോധാവിഷ്ടനായി. ബ്രഹ്മബന്ധോ കിതേദത്തെ വിവക്ഷം ശ്രയദാസത. ദുഷ്ടന്മാരെ, നീചന്മാരെ ഇത് പഠിപ്പിക്കാനാണോ എൻ്റെ കുട്ടിയെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത്? എൻ്റെ ശമ്പളം പറ്റി എൻ്റെ കുട്ടിയെ എനിക്ക് ഇതിനെ തിരിപ്പിക്കാം? ബ്രാഹ്മണാധമന്മാരാണ് നിങ്ങൾ, ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ആക്രോശിച്ചു, കടുകട വിറയ്ക്കുക, കാല കൂട്ടിയിടിക്കുക. ഈ ചണ്ടാമർക്കന്മാരുടെ, ഗുരുനാഥന്മാരുടെ അവരെങ്ങനെയോ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. നമൽപ്രണീതം ന പരപ്രണീതം സുതോവദത്യേഷ തവേന്ദ്രശത്രോ നൈസർഗികീയം മധിരസ്യ രാജൻ നിയച്ഛമന്യം കർദാസ്മമാന. മഹാരാജൻ, അങ്ങയ്ക്കെതിരെ പ്രവർത്തിക്കാൻ ഈ 3 ലോകത്തിലും ആരാ ഉള്ളത്? ത്രിലോകചക്രവർത്തിയായ അങ്ങയുടെ ആ ശാസനയെ ധിക്കരിക്കാൻ ഇവിടെ ഒരാൾക്ക് ധൈര്യമില്ല. അങ്ങനെ ഇരിക്കെ അങ്ങയുടെ വിശ്വസ്ത സേവകന്മാരായ ഞങ്ങൾ എങ്ങനെ അങ്ങയുടെ ഉണ്ണിയെ അങ്ങയുടെ എതിരാക്കി തിരിക്കും? നമൽപ്രണീതൻ, ഞങ്ങളാരും പഠിപ്പിച്ചതല്ല ഇവനീ പറയണത്. പിന്നെയോ ഞാൻ പറഞ്ഞില്ലേ, വേഷം മാറി വന്ന ആരെങ്കിലും വിഷ്ണുപക്ഷപാതികൾ കുട്ടികളുടെ മനസ്സ് മാറ്റാണ്ടിരിക്കാൻ ശ്രമിക്കണമെന്ന്, അത് ഞങ്ങൾ ശ്രദ്ധിച്ചു. എന്നാൽ പരപ്രണീത ആരും ഗുരുകുലത്തിൽ വന്നിട്ടുണ്ടായില്ല. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പം നിങ്ങളും പഠിപ്പിച്ചിട്ടില്ല, വേറെ ആരും വന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഇവനീ പറയണതോ? പിന്നെ ഇവിടുന്ന് തനത്താനൊരു ബോധോദയം ഉണ്ടാവുക വിഷ്ണുവിനെ ഭജിക്കാൻ വേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നൈസർഗികീയം. ശരിയാ, സഹജമായ ജന്മാന്തരമായ സംസ്കാരം കൊണ്ട് അവനെ ഈ പറയണത്. ഞങ്ങൾ ഒത്തിരി നോക്കി ഇവൻ്റെ സ്വഭാവം മാറ്റാനായിട്ട്, കെട്ടിയിട്ട് നോക്കി, അടിച്ചു നോക്കി, ചീത്ത പറഞ്ഞു നോക്കി, എന്തെല്ലാം ഞങ്ങൾ നോക്കി. എന്നിട്ടൊന്നും ഇവൻ്റെ മനസ്സിനെ മാറ്റാനായില്ല.
അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളല്ലേ ചെയ്തിട്ട്, ഞങ്ങളുടെ അറിവോടുകൂടി അല്ലാന്ന്. ഇത് കേട്ടതും ഹിരണ്യകശിപുവിന് ആ ഗുരുനാഥന്മാരോടുണ്ടായ അത്ര കലി മുഴുവൻ ഉണ്ണിയോടായി. എന്താ ഉണ്ണിയോട് അച്ഛൻ ചോദിച്ചത്? ഈ ഗുരുനാഥന്മാർ നിന്നെ പഠിപ്പിച്ചതിൽ ഉത്തമമായതേത് പറയൂന്ന. ഉണ്ണി പറഞ്ഞു, ഇതാണ് ഉത്തമമായി ഇവർ പഠിപ്പിച്ചതെന്ന്. അവർ പറഞ്ഞു, ഞങ്ങളാരും പഠിപ്പിച്ചതല്ല ഇതെന്ന്. അപ്പോൾ കളവ് പറയല്ലേ, ഗുരുനാഥന്മാരെ മുമ്പിൽ വെച്ച് ഇവരിതാ പഠിപ്പിച്ചതെന്ന് പറയാം, ഗുരുനാഥന്മാരത് നിഷേധിക്കുക. അപ്പോൾ ഉണ്ണി കള്ളനായില്ലേ, കോപം വന്നു. എന്നുവെച്ചാൽ ഗുരുമുഖി എന്തേ കുതാ ഭദ്രാസതി മതി, നിൻ്റെ ഗുരുനാഥന്മാരല്ലേ പറയണേ ഇതൊന്നും അവരല്ല പഠിപ്പിച്ചതെന്ന്. ഇപ്പം നിനക്ക് ഈ ദുർബുദ്ധി, വേണ്ടാത്ത ബുദ്ധി എവിടെ നിന്നുണ്ടായി പറയടാ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ പ്രഹ്ലാദൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഗുരുനാഥന്മാരെ പഴിച്ചില്ലേ, അച്ഛനെ ഭഗവാനൊരു സ്തുതി പറഞ്ഞുകൊണ്ട് അച്ഛനോട് പറയാം, അച്ഛാ മതിർന്ന കൃഷ്ണപരതേ സ്വധോവാമിതോഭിപദ്യേത ഗൃഹവ്രതാനം അതാന്തഗോഭിർവിശതാം തമിശ്രം പുനഃ പുനഃ ചർവിതാനാം. അച്ഛാ അരച്ചത് തന്നെ വീണ്ടും അരച്ചുകൊണ്ടിരുന്ന കൈ വേദനെടുക്കാൻ നല്ലണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഈ അനുഭവിച്ച വിഷയങ്ങളെ തന്നെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും ഇന്ദ്രിയ വിഷയങ്ങൾ ഭോഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് വാസനകളെ കൊണ്ട് ദുഷിക്കുക. ഈ ഭോഗങ്ങൾ അനുഭവിക്കുമ്പോഴേ അങ്ങനെ ദുഷിച്ചിരിക്കുന്ന മനസ്സിൽ തന്നെത്താനെയോ മറ്റൊരാളുടെ ഉപദേശം കൊണ്ടോ ഈശ്വരഭക്തി ഉണ്ടാവാനും മനസ്സ് ഭഗവാന് നേരെ തിരിയാനും പ്രയാസാച്ച. പിന്നെ എങ്ങനെ സാധിക്കും എന്നാണെങ്കിലോ, മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം സവൃണീതയാവത്. സർവസ്വവും ഭഗവാന് സമർപ്പിച്ച് എല്ലാം ഭഗവാനായി കണ്ടുകൊണ്ട് ജീവിതം മുഴുവൻ ഭഗവാന്റെ കൈങ്കര്യമായി ചെയ്തുകൊണ്ട് സർവത്തിലും ഭഗവാന്റെ ആ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ട് കഴിയുന്ന മഹാത്മാക്കളുണ്ടല്ലേ, അങ്ങനെയുള്ള മഹാത്മാക്കളുടെ കാൽക്ക പോയി വീണച്ച അവരുടെ കാലിലെ പൊടി കൊണ്ട് നമ്മുടെ താല കുളിക്കണം, അഭിഷേകം ചെയ്യണം, അവരുടെ കൃപയും അനുഗ്രഹം ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഈശ്വരഭക്തി ഉണ്ടാവുള്ളൂ പിതാവേ എന്ന്. ഇതും പറഞ്ഞ് കുട്ടി മിണ്ടാണ്ടിരുന്നു. ഹിരണ്യകശിപുവിനും ഭയങ്കരമായ കലി വന്നു. എന്ത്, ഇവൻ എൻ്റെ മകനല്ല, സ്വന്തം ശത്രുവിനെ സേവിക്കുന്നവനാ. എൻ്റെ അച്ഛൻ, അവൻ്റെ അച്ഛൻ്റെ അനിയനാണല്ലോ ഹിരണ്യാക്ഷൻ, ഇളയച്ഛനെ കൊന്നവനെയാണ് സുഹൃത്തായിട്ട് ബന്ധുവായിട്ട് ഇവൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇവന് ജീവിച്ചിരിക്കാൻ പാടില്ല. മടിയിലിരുന്ന കുട്ടിയെ ദേഷ്യം കൊണ്ട് വലിച്ചൊരു ഏറെറിഞ്ഞു. ആരെവിടെ? ഉടനെ ഇവൻ്റെ കഥ കഴിക്കണമെന്നോ. അപ്പളയ്ക്കും ദുഷ്ടന്മാർ, ഭീകരന്മാരായ അസുരന്മാർ ചാടി വീണു. കുന്തവും വാളും വടിയൊക്കെ ആയിട്ട് കൊന്നുകളയുവൻ. തൻ്റെ ശരീരത്തിലെ അവയവം ആയാൽ പോലും അത് ദുഷിച്ചു, അതിന് കേടുവന്നു വെച്ചാലോ അതിനെ മുറിച്ച് കളയേണ്ടത് ആവശ്യമാണ് മറ്റ് ശരീരാവയവങ്ങളെ രക്ഷിക്കാൻ, അല്ലേ? അതുകൊണ്ട് അസുരവംശമാകുന്ന ശരീരത്തിന് ബാധിച്ച മഹാരോഗമാണ് ഇവൻ്റെ വിഷ്ണുഭക്തി. ഇതിന് മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കും മുമ്പ് ഇവനെ കൊന്നുകളയൂ. ദാസനെപ്പോലെ ശത്രുവിനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ഇവൻ നമ്മുടെ ശത്രുവാണ്, ബന്ധുവല്ല, പുത്രനല്ല. സർവൈരുപായ ഹന്തവ്യ. ഹിരണ്യകശിപു തോന്നി ഇവനെ അത്ര എളുപ്പമൊന്നും കൊല്ലാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് വിഷം കൊടുത്തിട്ടോ, ആനയെ കൊണ്ട് ചവിട്ടിച്ചിട്ടോ, വെള്ളത്തിൽ കെട്ടിത്താത്തിയിട്ടോ, തീയിലിട്ട് ചുട്ടിട്ടോ, പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചിട്ടോ, ഏത് വിധേയനെങ്കിലും ഇവനെ കൊന്നു തള്ളൂ എന്നാണ് പറഞ്ഞത്. കൊന്നുകളയൂ. ഇത് കേൾക്കേണ്ട താമസം ഭീകരന്മാരായ അസുരന്മാർ വന്നു. കുമാരനെ ഇടിക്കാൻ തുടങ്ങി, കുത്താൻ തുടങ്ങി, വെട്ടാൻ തുടങ്ങി, വാളുകൊണ്ട് ചാട്ട കൊണ്ട് അടിക്കാൻ തുടങ്ങി. പക്ഷേ ഭഗവാനെ പൂർണ്ണമായി ആശ്രയിച്ച് ഭഗവൻ നാമം ജപിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്ന കുട്ടിയെ രക്ഷിക്കുന്നത് മഹാവിഷ്ണുവാണ്. വിഷ്ണു ഭഗവാൻ 4 കൈ കൊണ്ട് രക്ഷിക്കുക കുട്ടിയെ. അതുകൊണ്ടോ ഇവരടിക്കണതൊക്കെ അവർക്കാ കിട്ടണേ, ഉണ്ണിയുടെ മേൽ കൊള്ളണില്ല. അവർ കുന്തം കൊണ്ട് കുത്താൻ നോക്കി, കുന്തത്തിൻ്റെ മന ഒടിഞ്ഞു പോയതേ ഉള്ളൂ. വാളുകൊണ്ട് വെട്ടാൻ നോക്കി, വാള് 2ആയി മുറിഞ്ഞു പോയതേ ഉള്ളൂ. ചാട്ട കൊണ്ടടിച്ചപ്പോൾ ചാട്ടയടി അവർക്ക് തന്നെ കിട്ടി. അഗ്നിയിൽ കൊണ്ട് ചുടാൻ നോക്കി, അഗ്നി ചന്ദനം പോലെ കുളിർമയുള്ളതായി അനുഭവപ്പെട്ടു. ഘോരമായ വിഷമുള്ള പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു, പാമ്പിൻ്റെ വിഷപ്പെല്ലാം അടന്നുപോയി. വിഷം കൊടുത്തു നോക്കി, ആ വിഷം അമൃത് പോലെ അനുഭവപ്പെട്ടു കുട്ടിക്ക്. വലിയ മലയുടെ മുകളിൽ കൊണ്ടേ കൈയും കാലം കൂട്ടിക്കെട്ടിട്ട് താഴേക്ക് വലിച്ചെറിഞ്ഞു ചാവട്ടെ എന്ന് പറഞ്ഞിട്ട്. ഭൂമിദേവി 4 കൈ കൊണ്ട് താങ്ങി. ഫുട്ബോൾ പൊന്തി വരണവർ കുട്ടികളുടെ പൊന്തി ഒന്നും ഒരു വരാതെ. വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തു നോക്കി, ഉണ്ണിക്ക് ഒന്നും ആയില്ല. ആ മതയാനയുടെ കാൽക്കരയ്ക്ക് എറിഞ്ഞു നോക്കി, ആനയെ കൊണ്ട് ചവിട്ടിച്ച് നോക്കി, ഒരു കൂസലും, ശരീരത്തിലൊരു പോറലേ ഏൽക്കണ്ടേ. നോക്കൂ, എന്തേ, ആരെയായി ഈ പ്രഹ്ലാദനെ ആശ്രയിച്ചത്? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമകാരനായ സർവശക്തനായ ഭഗവാനെയല്ലേ. ആ സർവശക്തനായ ഭഗവാൻ തൻ്റെ രക്ഷയ്ക്കുണ്ടെങ്കിൽ പിന്നെ ആളെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ?
എന്തിനു പറയണു? ഈ രാക്ഷസന്മാരെല്ലാവരും കൂടി കുമാരനെ എല്ലാ പ്രയാഗത്തിലും പഠിച്ച പണി 18 എന്നൊക്കെ പറയില്ലേ ചെയ്തിട്ടും അവർ ക്ഷീണിച്ചതല്ലാതെ, അവർ തളർന്നതല്ലാതെ ഉണ്ണിക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായില്ല. ഉണ്ണിയുടെ ശരീരത്തിൽ ഒരു പോറലും ഉണ്ടായില്ല. ഉണ്ണി നാരായണ നാരായണ ജപിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഭയമായി തുടങ്ങി, അവർക്ക് പേടിയായി തുടങ്ങി. എന്താ പേടി? ഒരു പക്ഷേ നമ്മൾ ഇത്രയൊക്കെ അവനെ ദ്രോഹിച്ചുവല്ലോ, ഇതൊക്കെ അവനുള്ളിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇനി അവൻ തിരിഞ്ഞെന്തെങ്കിലും ചെയ്താലോ ഇതിന് പ്രതികാരമായിട്ട്? ഒരു പക്ഷേ ഇവൻ നമ്മളോട് നേരെ തിരിഞ്ഞാൽ ഇവൻ കാരണം നമുക്ക് മരണം ഉണ്ടാവും, നമ്മുടെ അന്ത്യം ഇവനോടുള്ള വിദ്വേഷാവും കാരണം എന്ന് തോന്നി. അവരൊക്കെ ഓടി, ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു, മഹാരാജാവിൻ്റെ അടുത്തേക്ക്. രാജൻ, ഞങ്ങൾ പരാജിതരായി, ഞങ്ങളെല്ലാം നോക്കി, ആ കുമാരനെ യാതൊന്നും ചെയ്യാൻ പറ്റണില്ല. അന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് തോന്നണത് ഈ കുട്ടിക്ക് എന്തോ ഒരു ദിവ്യത്വമുണ്ട്, ഏതോ ഒരു ദിവ്യമായ ശക്തി കുട്ടിയെ കാത്തുരക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നോക്കൂ, ഞങ്ങൾ ഇത്ര അസുരന്മാരെല്ലാവരും ചേർന്ന് പരിശ്രമിച്ചിട്ടും ഞങ്ങൾ തളർന്നതല്ലാതെ ആ കുട്ടിക്ക് തളർച്ച പറ്റിയിട്ടില്ല, ആ കുട്ടിക്ക് യാതൊരു ഭാവമാറ്റമില്ല. ഒരുപക്ഷേ ഇവനോടുള്ള വിരോധം നമുക്ക് നാശത്തിന് കാരണമാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. ഇത് കേട്ടതും മരിക്കാതിരിക്കാനുള്ള വരം വാങ്ങിയ ആളല്ലേ ഹിരണ്യകശിപു. ആ ഹിരണ്യകശിപുവിൻ്റെ മനസ്സിൽ പോലും മരണഭയം കടന്നു വന്നു. ഹാ നൂനമേതത് വിരോധേന മൃത്യുർമേ ഭവിതാനവ. ഒരുപക്ഷേ തീർച്ചയായിട്ടും ഇവനോടുള്ള വിരോധം എൻ്റെ മരണത്തിന് കാരണമാകുമോ എന്ന് ഹിരണ്യകശിപുവിനും തോന്നി. മരണചിന്ത മനസ്സിൽ കടന്നു വന്നതും ധൈര്യമൊക്കെ ചോർന്നു പോയത്രേ. ഹിരണ്യകശിപുവിൻ്റെ ഈ ഭാവപ്പകർച്ച, പരവശത, ദൈന്യത, നിരാശ, ദുഃഖം ഒക്കെ കണ്ട സമയത്ത് ചണ്ടാമർക്കന്മാർക്കും ഭൃത്യന്മാർക്കും സഹിച്ചില്ല. അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ പറഞ്ഞു. രാജൻ, അങ്ങ് ഈ കൊച്ചുകുട്ടി എന്തോ വിവരില്ല എന്ന് പറഞ്ഞു കേട്ടിട്ട് ഇങ്ങനെ പരിഭ്രമിക്കാൻ പാടുമോ? കൊച്ചുകുട്ടികൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇവരും മരണമൊക്കെ വന്ന് പറയുക. അവർക്ക് വല്ലതും അറിയോ? നല്ലത് ഏതാ ചീത്ത ഏതാന്ന് അറിയില്ലല്ലോ, അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ. വലുതാവുമ്പോൾ അവരുടെ സ്വഭാവമൊക്കെ മാറാണ്ടിരിക്കുമോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇവനീ പറയണമെന്നും കണക്കാക്കണ്ട, ഇവൻ്റെ സ്വഭാവം മാറാണ്ടിരിക്കില്ല. രണ്ടാമതൊന്നും ഞങ്ങളുടെ അച്ഛൻ ഇപ്പോൾ അവിടെ ഇല്ലല്ലോ, ശുക്രാചാര്യൻ തീർത്ഥാടനത്തിലല്ലേ, ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ഇവനെ തന്നയക്കൂ, ഞങ്ങളവിടെ കൊണ്ടുപോയിട്ട് ഇവനെ വരണഭാഷം കൊണ്ട് കെട്ടിയിടാം, എവിടെ ഓടിപ്പോവാതെ. എന്നിട്ടോ അച്ഛൻ വരണ വരെ ഞങ്ങൾ സംരക്ഷിക്കാം. അച്ഛൻ വന്നാൽ തീർച്ചയായിട്ടും ഇവൻ്റെ മനസ്വഭാവം മാറ്റാണ്ടിരിക്കില്ല എന്ന്. ഹിരണ്യകശിപുവിൻ തൻ്റെ അന്തകൻ മുമ്പിൽ നിന്ന് പോയി കിട്ടിയാൽ മതി തോന്നി. അങ്ങനെ കൊണ്ടുപോകോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഹിരണ്യകശിപു പറഞ്ഞയച്ചു പ്രഹ്ലാദനെ. പ്രഹ്ലാദനെയും കൊണ്ട് വീണ്ടും ഗുരുകുലത്തിലേക്ക് വന്നു. ആ പ്രഹ്ലാദൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജീവിത ദൗത്യം, മിഷൻ അവിടെ നടപ്പായത്. പ്രഹ്ലാദൻ ആലോചിച്ചു, ഈ ഹിരണ്യകശിപുവിൻ്റെ തലമുറയൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല, അതൊക്കെ ദുഷിച്ചു പോയി, കെടുന്ന് പോയിക്കണം അല്ലേ. നാസ്തികവാദം പ്രചരിച്ച് നാസ്തികന്മാരായി മാറി. ഇവരെ ആരും നേരെയാക്കാൻ പറ്റില്ല. എന്നാലോ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത തലമുറ രക്ഷപ്പെടും. നിങ്ങളാണ് രക്ഷപ്പെടേണ്ടത്, എന്നാൽ അടുത്ത തലമുറ രക്ഷപ്പെടും. മനസ്സിലായോ? അതുകൊണ്ട് ഈ കൂട്ടുകാരായ അസുരക്കുട്ടികളെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ അവർ മുഖാന്തരം അവർ വലുതായി അങ്ങനെ ചെയ്യും. പിന്നെ അവരുടെ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ. അവർക്കതിൽ മഹത്വം അറിയുമല്ലോ. അങ്ങനെ ഇന്നത്തെ ഒരു ജനറേഷനെ നേരെയാക്കാൻ പറ്റും. നോക്കണം, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാ. ആദ്യമായിട്ട് പൂജ ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമിജി പറയും, സ്വാമിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികളെയാണ്. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് ആരംഭിക്കണം എന്ന് പറഞ്ഞു, ബാലവിഹാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വാമിജി പറയാം, ഞാൻ ഈ ഭാഗവതം വായിച്ചപ്പോൾ എനിക്ക് പ്രഹ്ലാദനാണത്ര ഗുരു, പ്രഹ്ലാദനാണ് എന്നെ ഇൻസ്പയർ ചെയ്തതെന്ന്. ഫസ്റ്റ് കുട്ടികളുടെ ക്ലാസ് ആരംഭിച്ചത് ഈ പ്രഹ്ലാദനത്രേ. അപ്പോൾ വലിയവരൊക്കെ എന്ത് ചെയ്യണം? നമ്മളൊക്കെ നാട്ടിലിറങ്ങിയിട്ട് ധാരാളം കുട്ടികളെ വിളിച്ച് ഈ സമൂഹം രക്ഷപ്പെടണമെന്ന് മോഹമുണ്ടെങ്കിൽ വലിയവരോടൊന്നും പറയാൻ പോയിട്ട് കാര്യമില്ല. കുട്ടികളെ വിളിച്ച് കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം കഥാരൂപത്തിൽ. പ്രഹ്ലാദൻ ചെയ്തതാ. പ്രഹ്ലാദനെ അവരെ കെട്ടിയിട്ടിരിക്കുക. പ്രഹ്ലാദനെ അങ്ങും പോകാൻ പറ്റില്ല, സ്വാതന്ത്ര്യമില്ല. കുട്ടികളോടൊക്കെ പറയും, ഇത് കണ്ടില്ലേ ഇവൻ തോന്നിവാസം പറയാം മഹാരാജാവിനോട് പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുക എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അപ്പോൾ പ്രഹ്ലാദനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ പ്രഹ്ലാദനെ വഴക്ക് പറയണതും അടിക്കണതും കൂട്ടുകാർക്ക് സഹിക്കില്ല, സങ്കട. ചണ്ടാമർക്കന്മാർ ഗുരുനാഥന്മാർ എന്തിനേലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ. ആ സമയത്ത് ഈ കൂട്ടുകാരൊക്കെ ഓടി വരും, അടുത്തേക്ക് വരും സ്നേഹം കൊണ്ട്. പ്രഹ്ലാദ, എന്തിനാ പ്രഹ്ലാദൻ ഈ വേണ്ടാത്തൊക്കെ അവിടെ പോയി പറഞ്ഞത്? ഞങ്ങളെ ആരും പഠിപ്പിക്കാത്ത കാര്യം എന്തിനാ അവിടെ പോയി പറഞ്ഞത്? ആരാ പ്രഹ്ലാദൻ എന്നൊക്കെ പഠിപ്പിച്ചത്? എന്നിട്ടല്ലേ ഇങ്ങനെ അടിയൊക്കെ കൊണ്ടത്? ആ പ്രഹ്ലാദൻ അപ്പോഴാണ് പറഞ്ഞത്, ഇതൊക്കെ നാരദ മഹർഷി എൻ്റെ അച്ഛൻ തപസ്സിന് പോയപ്പോൾ ആ അമ്മയെ ആശ്രമത്തിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്. ആ ഗർഭകാലത്തെ അതൊക്കെ എനിക്ക് കിട്ടിയതാ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, കുട്ടികളെ നിങ്ങൾക്കറിയാമോ ആ ഭഗവാന്റെ മഹത്വം? ആ ഭഗവാനെ ഭജിക്കലാണ് കുട്ടികളുടെ നമ്മുടെ മുഖ്യ കടമ, കർത്തവ്യം. അറിയോ എന്താ കാരണം? ആ ഭഗവാനില്ലെങ്കിൽ നമുക്ക് അച്ഛനില്ല, അമ്മയില്ല, ബന്ധുവില്ല, സുഹൃത്തില്ല. കാരണം ഭഗവാനില്ലെങ്കിൽ ആർക്കും ജീവനില്ലല്ലോ.
എല്ലാവരുടെ ഉള്ളിലും ജീവനായിരിക്കുന്നത് ആരാന്നറിയോ നിങ്ങൾക്ക്? ഭഗവാനാ. അപ്പം അച്ഛന് ജീവൻ ഇല്ലെങ്കിൽ പിന്നെ അച്ഛനെ സ്നേഹിക്കുമോ? അമ്മയ്ക്ക് ജീവൻ ഇല്ലെങ്കിൽ അമ്മ സ്നേഹിക്കുമോ? അപ്പം അച്ഛനിലും അമ്മയിലൊക്കെ ജീവനായിരിക്കണം ഭഗവാനാണേ നമ്മുടെ ഉള്ളിലും. അപ്പം നമുക്ക് ആരേക്കാളും ഏറ്റവും വലിയ ബന്ധവും കടപ്പാടും ആരോടാ? ഭഗവാനോടല്ലേ. അച്ഛനിലൂടെയും അമ്മയിലൂടെയും ബന്ധുക്കളുടെ സുഹൃത്തുക്കളിലൂടെയൊക്കെ നമ്മെ രക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ഭഗവാനാണ് നമ്മുടെ സർവസ്വവും. നമ്മുടെ ആത്മാവാണ് ഭഗവാൻ. ആ ഭഗവാനുള്ളിലുകൊണ്ടാണ് നമുക്ക് കണ്ണിന് കാണാൻ കഴിവുണ്ടാവുന്നത്, കാതിന് കേൾക്കാനുള്ള കഴിവുണ്ടാവുന്നത്, നാവിന് സംസാരിക്കാനുള്ള കഴിവുണ്ടാവുന്നത്, ബുദ്ധിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുന്നത്, ഹാർട്ട് പിടിക്കണത്, ലങ്സ് പ്രവർത്തിക്കണത്. അറിയോ നിങ്ങൾക്ക്? അതെയോ? ആ അതെ. അപ്പോൾ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. പ്രഹ്ലാദനൊക്കെ അങ്ങോട്ട് അവർക്ക് ക്ലാസ് എടുത്തു. എപ്പോഴാണ് ഭഗവാനെ ഭജിക്കേണ്ടത് അറിയോ? വയസ്സാം കാലത്തല്ലേ, റിട്ടയർമെൻറ്റിന് ശേഷം. മുത്തശ്ശിയാവും തലമുടിയൊക്കെ നരച്ച് പല്ലൊക്കെ കൊഴിഞ്ഞ് നടക്കാൻ വയ്യാണ്ടാവുമ്പോൾ ഭാഗവത സപ്താഹം കേൾക്കാൻ പോകുക. അങ്ങനെയല്ലേ മുത്തശ്ശിമാർക്കല്ലേ ഇതൊക്കെ? അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൻ പുറത്തൊരു പൊതുവെയുള്ള സമ്പ്രദായം. കുട്ടി പഠിക്കുക, നാമം ജയിക്കേണ്ട, കഥ കേൾക്കാൻ പോകണ്ട, ഒക്കെ പഠിത്തം മതി, ഒരു ഡിഗ്രി വാങ്ങിയാൽ മതി. ഇങ്ങനെയല്ലേ നമ്മുടെ ആൾക്കാരുടെ ഇടയിലൊരു വിചാരം അല്ലേ? പ്രഹ്ലാദൻ പറയാം നേരെ ഇതാണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയ തകരാറത്രേ. പ്രഹ്ലാദൻ പറയാ കൗമാര ആചരയിൽ പ്രാജ്ഞധർമാൻ ഭാഗവതാനിഹ. എപ്പോഴാണ് ഭഗവാനെ ഭജിക്കേണ്ടത്? കുട്ടിപ്രായത്തിൽ വേഗം ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരും അത്രേ. കാരണം മനസ്സിൽ വേണ്ടാത്തത് വേറെ ഒരു വിചാരമില്ലല്ലോ. വലുതാവുമ്പോൾ വേണ്ടതൊക്കെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് പിന്നെ ഭഗവാൻ വരാൻ നോക്കുമ്പോൾ ഭഗവാൻ അങ്ങോട്ട് കടന്നു വന്നാൽ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. ആ ഉള്ളിലുള്ളവരെയൊക്കെ പുറത്താക്കണം. അത് പുറത്താക്കിയിട്ട് പോണില്ലേനും. ശരിയല്ലേ? ഇപ്പം നമ്മുടെ മനസ്സ് വളരെ നിർമ്മലമാണ്. അറിയോ? കൊച്ചുകുട്ടികളുടെ മനസ്സ് നിർമ്മലമാണ്. അതുകൊണ്ട് ആ കുട്ടിപ്രായത്തിൽ ഈശ്വരഭക്തി നിറയ്ക്കണം, ഈശ്വരകഥകൾ കേൾക്കണം, ഈശ്വരനെ നാമം ജപിക്കണം, അങ്ങനെ ഭഗവാനെ പൂജിക്കണം, ഭഗവാനെ ധ്യാനിക്കണം. ആ ഭഗവാനെ തൻ്റെ ഉള്ളിൽ എപ്പോഴും കാണണം. അപ്പോൾ നമ്മുടെ മരണം വരെ ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടെന്നുള്ള അനുഭവം നമുക്കുണ്ടാവും. അവസാനം നമ്മുടെ മനസ്സ് ആ ഭഗവാനിൽ ചേർന്ന് നമ്മൾ ഭഗവത് പ്രാപ്തിയാവുന്ന മുക്തിയും കൈവരിക്കും. നിങ്ങൾക്കറിയോ ഈ മനുഷ്യജന്മം എത്ര അപൂർവമാണെന്ന്? ദുർലഭം മാനുഷൻ ജന്മ. ഒരു പൂച്ചയായി ജനിച്ചാൽ നമുക്ക് ഭഗവാന്റെ കഥ കേൾക്കാൻ പറ്റുമോ? നാമം ജപിക്കാൻ പറ്റുമോ? പട്ടിയായി ജനിച്ചാൽ പറ്റുമോ? പശുവായി ജനിച്ചാൽ പറ്റുമോ? ആനയായി ജനിച്ചാൽ പറ്റുമോ? സിംഹമായി ജനിച്ചാൽ പറ്റുമോ? മനുഷ്യനായി ജനിച്ചാൽ മാത്രമല്ലേ ഈശ്വരഭജനം ചെയ്യാൻ പറ്റുള്ളൂ, ഭഗവത് കഥ കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ? അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സൃഷ്ടിയിൽ ഏറ്റവും മഹിമയേറിയ സൃഷ്ടി ഏതാറിയോ? ഭഗവാനെ ഭജിക്കാൻ കഴിയുന്ന ഏക ജന്മം മനുഷ്യജന്മ. അതുകൊണ്ട് സൃഷ്ടിയിൽ മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അങ്ങനെയുള്ള മനുഷ്യജന്മം വളരെ ദുർലഭമായിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് നമുക്ക്. അങ്ങനെ കിട്ടിയ മനുഷ്യജന്മം ഈശ്വരനെ ഭജിക്കാതെ വെറുതെ നഷ്ടപ്പെടുത്താമോ? പാടില്ല. ഭോഗങ്ങൾ അനുഭവിക്കാൻ മറ്റ് ശരീരങ്ങളിലും മറ്റ് ജന്മങ്ങളൊക്കെ നിറച്ച് അനുഭവിച്ചത് നമ്മൾ. അതിന് മനുഷ്യജന്മം വേണമെന്നില്ല. അങ്ങനെയുള്ള മനുഷ്യജന്മം കിട്ടിയാൽ തന്നെ ഇതെപ്പോൾ വേണമെങ്കിലും മരിച്ചുകൂടെ? നമുക്ക് അവരുടെ കയ്യിലാണോ ആയുസിരിക്കണേ? ഏത് നിമിഷം മരിക്കാം. അതുകൊണ്ട് ഈ ജന്മം പോണേന് മുമ്പ്, ഈ ദേഹം മരിച്ചു പോണേന് മുമ്പ് നാം ഈശ്വരനെ ഭജിക്കണം. അതാണ് നമ്മുടെ പരമമായ കർത്തവ്യം. ഭഗവാൻ സർവ്വഭൂതങ്ങൾക്കും പ്രിയങ്കരനാണ്. മനസ്സിലായോ? എല്ലാവരിലും ഭഗവാനിലൂടെ നമുക്ക് പരസ്പരം ഒരു ആകർഷണവും പ്രിയവും തോന്നണത്. ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്ത, സർവ്വഭൂതാനാം പ്രിയ ആത്മാ ഈശ്വര സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവരുടെയും സുഹൃത്ത, യാതൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ് ഭഗവാൻ. ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള വിഷയഭോഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള സുഖമൊക്കെ തൽക്കാലങ്ങളും നശ്വരങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് ശമം ചെയ്യേണ്ട ആവശ്യമില്ല. പ്രഹ്ലാദൻ ചോദിക്കുക ഒരു ചോദ്യം. ഈശ്വരഭജനാണ് നമ്മുടെ പ്രധാന കർത്തവ്യം. അത് കുട്ടിക്കാലത്തെ വേണം ഈശ്വരഭക്തി നിറയ്ക്കാൻ. ശ്രീരാമകൃഷ്ണദേവൻ പറയാണ്, ഈ ചക്ക ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ, ചക്ക മുറിക്കുമ്പോൾ അതിൽ മുളഞ്ഞിൽ വരില്ലേ, വിളഞ്ഞിൽ, അതിങ്ങനെ ഒട്ടൂലേ? അപ്പം എന്ത് ചെയ്യും അമ്മമാർ? ആദ്യം തന്നെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടും, എന്നിട്ടേ ചക്ക മുറിക്കാൻ പോകുള്ളൂ അല്ലേ? അപ്പം എണ്ണ പുരട്ടിയിട്ട് ചക്ക മുറിച്ചാലോ വിളഞ്ഞിൽ കൈ പിടിക്കില്ലല്ലോ. ഈ ലോക വ്യവഹാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ചക്ക വെട്ടണമാതിരിയാ ഇതിൻ്റെ വാസന വിളഞ്ഞിലായിട്ട് നമ്മുടെ മനസ്സിൽ കയറുകയെ. അത് വരാതിരിക്കണമെങ്കിലോ ഈശ്വരഭക്തിയാകുന്ന എണ്ണ മനസ്സിൽ പുരട്ടു. മനസ്സിൽ ഈശ്വരഭക്തി നിറച്ചതിന് ശേഷമാണ് ലോകത്തിൽ ജീവിക്കാൻ നിങ്ങൾ പുറപ്പെടണമെങ്കിലോ ഈ ലോകത്തിലുള്ള ഒരു മാലിന്യവും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കില്ല. മനസ്സിലായോ? ഇനി പറയാണ്, ഈ ലോകത്തിൽ ആരെങ്കിലും ദുഃഖം ഉണ്ടാവാൻ വേണ്ടി പണിയെടുക്കണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ദുഃഖം വരില്ലേ? ദുഃഖത്തിന് പരിശ്രമിക്കാണ്ട് തന്നെ ദുഃഖം വരുന്നുണ്ട്. എന്താ കാരണം? ഈ ശരീരത്തിനെടുത്തപ്പോൾ അതിൻ്റെ പ്രാരബ്ധത്തിലുള്ള ദുഃഖ. അങ്ങനെയാണെങ്കിൽ ഈ പ്രാരബ്ധത്തിൽ എന്തൊക്കെ സുഖമുണ്ടോ അതും പരിശ്രമിക്കാതെ വരില്ലേ ചോദിക്കുക. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടല്ല സമയം ചെലവഴിക്കേണ്ടത്. ശരീരത്തിനെ പ്രാരബ്ധം നോക്കിക്കോളും. മനസ്സിനെ ഭഗവാനോട് ചേർക്കാൻ, ഭഗവാനെ ഭജിക്കാനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അപ്പോൾ
ചിലക്ക് തോന്നും അത് കുറെ കഴിഞ്ഞിട്ട് പോരെ, കുട്ടിക്കാലത്ത് കുറച്ച് കളിയും ചിരിയൊക്കെ ആയിട്ട് കളിയണ്ടേ. കുട്ടിക്കാലത്ത് കളിയായി പോയി, ചിരിയായിപ്പോയി. കളിയും ചിരിയും ഉത്തരവാദിത്വം അറിയാതെ ഒന്നും അറിയാതെ അങ്ങനെ പോയി. ചെറുപ്പമായാലോ യുവാവായാലോ അപ്പോൾ യുവതിയിൽ ആഗ്രഹം, യുവതിക്ക് യുവാവിൽ ആഗ്രഹം അല്ലേ. തരുണസ്ഥാവൽ തരുണീ സക്ത, ആകർഷണം വന്നില്ലേ. പിന്നെ അതിൻ്റെ പിന്നാലെ പോയില്ലേ. പിന്നെ മനസ്സ് ഭഗവാനിലേക്ക് പോവോ? ഇല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാലോ കല്യാണം കഴിച്ചു, മക്കളായി. അയ്യോ പിന്നെ സമയമില്ലേ. പിന്നെ മക്കളെ വളർത്തണം, അവരെ പഠിപ്പിക്കണം, അവരെ കോളേജിൽ അയക്കണം, അവരെ കല്യാണം കഴിച്ചു കൊടുക്കണം അല്ലേ. ആ വിചാരം. കല്യാണം കഴിച്ചു കൊടുത്ത സമാധാനമായോ? മുത്തശ്ശനായ അപ്പോഴും ഇല്ലേ സമാധാനം. വൃദ്ധസ്ഥാവൽ ചിന്താമകനഹ, വയസ്സാം കാലത്ത് അയ്യോ അത് അങ്ങനെയായാലും ഇത് ഇങ്ങനെയായാലും 100,000 ചിന്തകൾ, ആവലാദികളും വേവലാദികളും. എവിടെയാണ് ഈശ്വരനെ ഭജിക്കണേ ചോദിക്കുക. അപ്പം ഇതൊന്നും ഇല്ലാത്ത സമയം ഈ കുട്ടിക്കാലല്ലേ. ഈ കുട്ടിക്കാലത്ത് മനസ്സിലങ്ങനെ ഭഗവാനെ നിറച്ചുകൂടെ, കൃഷ്ണനെ ഉള്ളിലങ്ങനെ നിറച്ചു വെച്ചുകൂടെ നമുക്ക്? അതാ ചോദിക്കണത്. ഭഗവാന്റെ നാമം നിറച്ച് ജപിക്കണം, ഭഗവാനെ പൂജിക്കണം, ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി ജീവിക്കണം, ഭഗവാനാണ് നമ്മുടെ എല്ലാം എന്ന് മനസ്സിലാക്കണം. ഇതാണ് കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്. പിന്നെ ഈ ലോകവസ്തുക്കളിലും വീടിലും ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കള്, ബന്ധുമിത്രാദികൾ ഇതൊക്കെ വളർന്നു കഴിയുമ്പോൾ ഇതിലൊക്കെ നമ്മുടെ മനസ്സ് ആസക്തമായി പോകും, കുടുങ്ങിപ്പോവും. പിന്നെ അവിടുന്ന് മനസ്സിനെ വേർപെടുത്തിയിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രയാസമുള്ള കാര്യത്രേ. വലിയ വലിയ പണ്ഡിതന്മാർക്ക് പോലും സാധിക്കില്ല അത്രേ. വിദ്വാനവീദ്ധം ധനുജ കുടുംബം പുഷ്ണൻ സ്വലോകായ കൽപ്പദേവൈ ന കൽപ്പദേവൈ. നോക്കണം, വലിയ അറിവുള്ളവർക്ക് പോലും ഇതല്ല വേണ്ടത്, ഇതല്ല ലക്ഷ്യം എന്ന് അറിയുന്നവർക്ക് പോലും അറിഞ്ഞിട്ടും അത് പ്രാവർത്തികമാക്കാൻ പറ്റണില്ല. മനസ്സിലായോ? അതുകൊണ്ട് കുട്ടികളെ ഇപ്പോഴേ തന്നെ ഈ ആസുര ദുസ്വഭാവങ്ങളും ഈ ബഹിർമുഖതയും വിഷയാസക്തിയൊക്കെ വെടിയൂ, ആസുരഭാവത്തെ വെടിയൂ, ഈശ്വരനെ സർവാത്മന ഭജിക്കൂ. ഭഗവാന് ആരെ ഇഷ്ടമറിയുമോ? ഭക്തരെയാണ്. ഭഗവാൻ നിൻ്റെ ജാതി നോക്കില്ല, നിൻ്റെ മതം നോക്കില്ല, നിൻ്റെ കുലം നോക്കില്ല, നീ എത്ര പഠിച്ചു നോക്കില്ല, നിനക്ക് എത്ര സൗന്ദര്യം ഉണ്ടെന്ന് നോക്കില്ല, ഒന്നും നോക്കില്ല. ഭഗവാൻ എവിടേക്കാ നോക്കുക? നമ്മുടെ ഉള്ളിലേക്ക്. അവിടെ ഭഗവാന് വേണ്ടി ഭഗവാനെ സ്നേഹിക്കുന്നൊരു മനസ്സുണ്ടോ എന്നാണ് നോക്കുക. മനസ്സിലായോ? പ്രിയതേ അമലയ ഭക്തിയ ഹരി അന്യത് വിടംബരം എന്ന്. ബാക്കിയൊക്കെ വെറും ഗോഷ്ഠി, വെറും പേരിന് മാത്രം. അതല്ല മുഖ്യം. പ്രിയതേ അമലയാ ഭക്തിയ. ഭഗവാൻ എന്തുകൊണ്ടാണ് സന്തോഷിക്കുക? കേവലം നിഷ്കളങ്കമായ ഭക്തി കൊണ്ടാണ് ഭഗവാൻ സന്തോഷിക്കുക. അതുകൊണ്ട് ആ ഭഗവാനെ ഭജിക്കൂ. ആ ഭഗവത് ഭക്തി വളർന്ന് എല്ലാം മറന്ന് ആ ആനന്ദ നൃത്തം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആനന്ദം എത്രയാ? ആ ഭഗവാനെ എല്ലാ ചരാചരങ്ങളിലും കാണാറാവണം. മനസ്സിലായോ? ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യൽ സർവത്ര തദീക്ഷണം. ഇതാണ് ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത്. എന്താ? ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം. ആ ഭക്തി വളർന്നിട്ട് ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ ഇരിക്കണു. അങ്ങനെ എല്ലാത്തിലും ഭഗവാനെ തിരിച്ചറിയാറാവണം.